BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. Desire Colorical Bazaar near Private Bus Stand, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal The Complete Family Shopping near Private Bus Stand, തൊടുപുഴ. ഹെഡ്ജ് വെൽത്ത് മാനേജ്മെന്റ് സർവീസസ്. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. ഫോർഡ് വാഹനങ്ങളുടെ അംഗീകൃത ഡീലറായ മലയാള ഫോർഡ് 5 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇപ്പോഴിതാ തൊടുപുഴയിലും. അത്തിക്കൽ ആർക്കേഡ്, 4 ലൈൻ ബൈപ്പാസ്, തൊടുപുഴ. കെയർവെൽ ഡെന്റൽ ക്ലിനിക് ആൻഡ് റൂട്ട് കനാൽ സെന്റർ, ഗ്രൗണ്ട് ഫ്ലോർ, എലീസ പ്ലാസ, മങ്ങാട്ടുകവല, തൊടുപുഴ. ഫോൺ 8304816190. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരായി ഗായത്രി? ഗായത്രി തൊടുപുഴയിലാ. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. Super Featherlight Wedding Silk Collections for the Young India from Kalyan Silks. ചെറിയൊരു തുക റിലയൻസിൽ നിക്ഷേപിക്കൂ. ഇതുപോലെ നിങ്ങളുടെ സമ്പാദ്യവും ഇരട്ടിയാകട്ടെ. റിലയൻ ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ്, പുളിമൂട്ടിൽ ബിൽഡിംഗ്, ഫസ്റ്റ് ഫ്ലോർ, D11, ഓപ്പോസിറ്റ് കളരിക്കൽ ബസാർ, പാലാ റോഡ്, തൊടുപുഴ. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം D Mart, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF BJP ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ തൊടുപുഴയിൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC സർവീസ് നടത്തിയില്ല. ഹർത്താൽ അനുകൂലികൾ തൊടുപുഴയിൽ പ്രകടനം നടത്തി. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ അധികാരമേറ്റതിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അതിക്രമിച്ചു കയറി ഓഫീസ് അടിച്ചു തകർക്കുകയും പ്രിൻസിപ്പലിനെ 2 മണിക്കൂർ ബന്ദിയാക്കുകയും ചെയ്ത സംഭവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി തൊടുപുഴ പോലീസ് കേസെടുത്തു. KSU പ്രവർത്തകർ DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഹർത്താൽ ദിനത്തിൽ ഓഫീസ് തുറന്നു പ്രവർത്തിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായത്. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക മിഷൻ കൊയ്ത്തുത്സവം മേലുകാവ് മറ്റത്ത് നടന്നു. ഇതോടനുബന്ധിച്ച് റാലിയും നടന്നു. സഭാപിതാക്കന്മാരും വൈദികരും വിശ്വാസികളും റാലിയിൽ പങ്കെടുത്തു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം.
വാർത്തകൾ വിശദമായി. സംസ്ഥാന ഹർത്താലിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ UDF പ്രവർത്തകർ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. ിലെ വിഷുവിന് പിണറായി വിജയന്റെ ചിത്രം കാഴ്ചയൊരുക്കിയ കമ്മ്യൂണിസ്റ്റ് കുടുംബാംഗമായ ജിഷ്ണുവിന്റെ മാതാവിന് പിണറായി സർക്കാർ നൽകിയത് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദുരന്തങ്ങളാണെന്ന് KPCC നിർവാഹക സമിതി അംഗം CP മാത്യു പറഞ്ഞു. ഗൗരവതരമായി കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ മരിച്ച വിഷ്ണുവിന്റെ അമ്മ സംസ്ഥാന DGPയുടെ സംസ്ഥാന പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ DGPയുടെ ഓഫീസിലേക്ക് ഒരു സമരവുമായി ചെന്നപ്പോൾ ആ പുത്രൻ നഷ്ടപ്പെട്ട മാതാവിന്റെ വേദന കാണുവാൻ രാജ്യം ഭരിക്കുന്ന പിണറായിയുടെ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്ന വേദനാനിർഭരമായ സത്യം ലോകത്തെ, ഭാരതത്തെ, കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്ന അവസ്ഥാവിശേഷത്തിലാണ് ഇന്ന് കേരളമെമ്പാടും അതിശക്തമായ പ്രതിഷേധത്തിന്റെ ശംഖുലിയുമായി ഐക്യ ജനാധിപത്യ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒരു കല്ലിൽ കുറ്റ വിഗ്രഹത്തെ പോലെ കേരളമാകെ ഇന്ന് ചടകുടഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഈ ഭരണം കേരളത്തിലെ ജനങ്ങൾക്കൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു എന്ന വ്യക്തമായ സത്യം കാണാതിരിക്കാൻ നിർവാഹമില്ല. ഹർത്താലിനോടനുബന്ധിച്ച് പ്രകടനത്തിന് ശേഷം തൊടുപുഴയിൽ നടന്ന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, മുഹമ്മദ് വെട്ടിക്കൽ, KV സിദ്ധാർത്ഥൻ, NI ബെന്നി, ജാഫർഖാൻ മുഹമ്മദ്, VE താജുദ്ദീൻ, AM ഹാരിദ്, MA കരീം, ചാർലി ആന്റണി, ജിയോ മാത്യു, TJ പീറ്റർ, ജോസ് അഗസ്റ്റിൻ, PN രാജീവൻ, EI മുഹമ്മദ് അമീൻ, PS ജബ്ബാർ, നിയാസ് കൂരാപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് ജോർജ് കുട്ടന്തളം, KH നൌഷാദ്, AK സുഭാഷ്, VA ജിന്ന, KG സജിമോൻ, സുരേഷ് രാജു, ടോണി തോമസ്, EA സലീം, KS അസീസ്, ജോൺസൺ വെള്ളാപ്പുഴ, TL അക്ബർ, രാജേഷ് ബാബു, CK ജാഫർ, റഷീദ് കപ്രാട്ടിൽ, നിസാർ പഴേരി, ഷഹൻ ഷാ, PJ റോയ്, അഷ്റഫ് ഇടവെട്ടി, ജോമോൻ തെക്കുംഭാഗം, നാസർ പാലമൂടൻ, MH സജീവ്, TH ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഹർത്താലിനോടനുബന്ധിച്ച് കട്ടപ്പനയിൽ തുറന്നു പ്രവർത്തിച്ച സർക്കാർ ഓഫീസ് UDF പ്രവർത്തകർ അടപ്പിച്ചു. കട്ടപ്പന ലാൻഡ് അസൈൻമെന്റ് ഓഫീസാണ് അടപ്പിച്ചത്. വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ജോലിക്കെത്തിയിരുന്നു. കസേരകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്ക് കേടുപാട് വരുത്തിയതായും ആക്ഷേപമുണ്ട്. UDF പ്രവർത്തകരും BJP പ്രവർത്തകരും കട്ടപ്പനയിൽ പ്രകടനം നടത്തി. സംസ്ഥാന ഹർത്താലിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ BJPയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടന്നു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് TS രാജൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ സിജിമോൻ, ജിതേഷ്, കൃഷ്ണകുമാർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കോളേജുമായി ബന്ധപ്പെട്ട പരീക്ഷയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി തലത്തിലും വിദ്യാഭ്യാസ തലത്തിലുമെല്ലാം അവൻ പരാതികൾ ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെന്റും അതിൻ്റെ ഗുണ്ടകളും എൻ്റെ പ്രിയപ്പെട്ട മകനെ കൊല ചെയ്തതായിരിക്കുമെന്ന് ആ മാതാവിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുപ്പം മുതൽ ചെങ്കൊടി പിടിച്ച് ശീലിച്ച മഹിത എന്ന് പറയുന്ന യുവതി സ്വന്തം മകന്റെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് ഈ കേരളത്തിന്റെ ആഭ്യന്തരം വഹിക്കുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട്, പ്രിയപ്പെട്ട സഖാവിനോട് ചോദിച്ചു. എല്ലാ ആഴ്ചയിലും തലശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ അങ്ങിങ്ങ് യാത്ര ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ പോലും
ആ സഖാവിന്റെ വീട്ടിൽ പോയി മകൻ മരിച്ചുപോയ ആ മാതാപിതാക്കളുടെ ദുഃഖമൊന്ന് കാണുവാൻ അച്യുതാനന്ദന് പോകുവാൻ സമയം കിട്ടി. എന്നാൽ ഇതേവരെ പിണറായി വിജയൻ ആ മകൻ നഷ്ടപ്പെട്ടു പോയ മാതാവിന്റെ അടുത്ത് പോയി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ തയ്യാറാകാതെ സംസ്ഥാന ഹർത്താലിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ BDJS നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി. പ്രതിഷേധ യോഗം BDJS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. BDJS നേതാക്കളായ സിനിമോൻ, ജയേഷ് എന്നിവർ നേതൃത്വം നൽകി. കേരളം വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. നിയമത്തെ മാനിച്ചുകൊണ്ട്, നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നു. ആ നിയമത്തിന് കീഴെ ഇവിടെ പണക്കാരനും പാവപ്പെട്ടവനും ഏത് ജാതിയിലും ഏത് വർണ്ണത്തിലുമുള്ളവനുമെല്ലാം ഒന്ന് പോലെ നിയമത്തിന് കീഴിൽ ഇവരെല്ലാം ഒരേ അവകാശത്തോടെ ജീവിക്കുന്ന ഈ രാജ്യത്ത് കേരളത്തിൽ ഇതിനൊക്കെ മാറ്റം വന്നുപോയി എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് 10 മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നിലവിൽ വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാം ശരിയാകുമെന്ന് ധരിച്ചിരുന്ന കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് അമ്പരപ്പോടെ, ആശങ്കയോടെ, ഭീതിയോടെ കണ്ണ് മിഴിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയും. 10 മാസമായ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന സംഭവം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അരുമയായ മകനെ 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു അമ്മയെ 10 മാസം പ്രായമുള്ള സർക്കാരിന്റെ നയം നടപ്പാക്കുന്ന പോലീസ് തെരുവിലൂടെ വലിച്ചഴയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. കരിമണ്ണൂരിൽ UDF പ്രവർത്തകർ ഹർത്താലിനോടനുബന്ധിച്ച് പ്രകടനം നടത്തി. സംസ്ഥാനത്തെ പോലീസ് സംവിധാനം ജനങ്ങളുടെ ക്ഷേമ പരീക്ഷിക്കുകയാണെന്ന് UDF നേതാക്കളായ സിബി കുഴിക്കാട്ട്, KS കൊന്താലം എന്നിവർ പറഞ്ഞു. ഈ ഹർത്താലിനോടനുബന്ധിച്ച് കരിമണ്ണൂരിലെ വ്യാപാരികൾ, അതുപോലെ തന്നെ ഡ്രൈവർമാര്, പൊതുജനങ്ങൾ 100% അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏകമകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ദുഃഖം, നീതിക്ക് വേണ്ടി അവർ IG ഓഫീസിലേക്ക് നടത്തിയ മാർച്ച്, ആ മാർച്ചിനെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ, വളരെ ക്രൂരമായ രീതിയിൽ നേരിടുകയും ആ അമ്മയെ മർദ്ദിച്ച് റോഡിൽ കൂടി വലിച്ചുകൊണ്ട് പോവുകയും ചെയ്ത കേരളത്തിലെ പോലീസിൻ്റെ അതിനിഷ്ഠൂരമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാന വ്യാപകമായിട്ട് ഈ ഹർത്താൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഹർത്താലിനോട് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യാതൊരുവിധ നിർബന്ധവുമില്ലാതെ യാതൊരു തരത്തിലുള്ള സമരമാർഗങ്ങളും സ്വീകരിക്കാതെ തന്നെ ഈ ഹർത്താലിനോട് കേരളത്തിലെ പൊതുസമൂഹം യോജിക്കുകയും ആ സമരം ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു കാര്യമാണ്. സംസ്ഥാനത്തെ പോലീസ് സംവിധാനം തികച്ചും പരാജയമാണെന്ന് BJP തൊടുപുഴ മണ്ഡലം സെക്രട്ടറി KM സിജു കരിമണ്ണൂരിൽ പറഞ്ഞു. ഹർത്താലിനോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊലപാതകിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജിഷ്ണുവിൻ്റെ അമ്മയും കുടുംബാംഗങ്ങളും നടത്തിയ ആ സമരം, അല്ലെങ്കിൽ ആ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പോലീസ് നടത്തിയ നരനായാട്ടെന്ന് വേണം നമുക്ക് പറയുവാൻ സാധിക്കും. ഒരു അമ്മയെ പോലും റോഡിൽ വലിച്ചടയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് ഇവിടുത്തെ CPM മാറിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, പാലക്കാട് വിക്ടോറിയ കോളേജിൽ അവിടുത്തെ അധ്യാപകർക്കുണ്ടായിട്ടുള്ള അനുഭവം, അതുപോലെ നിരവധിയായിട്ടുള്ള SFIയുടെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള കോളേജുകളിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കും ആളുകൾക്കും പഠിപ്പ് മുടക്കേണ്ട അവസ്ഥയിലേക്ക് അവർക്ക് പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് CPMന്റെ ഭരണം പോകുന്നത്. CPM മണ്ണപ്പുറം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ CPMന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. തൊടുപുഴ നഗരസഭ 11ാം വാർഡ് സഭായോഗം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് മുതലക്കുളം സർവീസ് സഹകരണ ബാങ്കിലും 26ാം വാർഡ് സഭായോഗം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് TJ ജോസഫിന്റെ വീടിന് സമീപം നടത്തപ്പെടുമെന്ന് നഗരസഭാ കൌൺസിലർമാർ അറിയിച്ചു.
KSU പ്രവർത്തകർ DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഹർത്താൽ ദിനത്തിൽ ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായത്. പോലീസ് സബ് ഇൻസ്പെക്ടർ ജോബിൻ ആന്റണിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് ഉദ്യോഗസ്ഥർ ഓഫീസ് അടച്ചു പോകുകയായിരുന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അതിക്രമിച്ചു കയറി ഓഫീസ് അടിച്ചു തകർക്കുകയും പ്രിൻസിപ്പലിനെ 2 മണിക്കൂർ ബന്ദിയാക്കുകയും ചെയ്ത സംഭവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി തൊടുപുഴ പോലീസ് കേസെടുത്തു. അസഭ്യം വിളിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്തതിനും അനധികൃതമായി കൂട്ടം കൂടിയതിനുമാണ് SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് സബ് ഇൻസ്പെക്ടർ ജോബിൻ ആന്റണി പറഞ്ഞു. തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസ് മുറി SFI പ്രവർത്തകർ പോലീസ് സാന്നിധ്യത്തിൽ അടിച്ചു തകർത്തെങ്കിലും പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത് ദുർബലമായ വകുപ്പുകൾ മാത്രം. പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയത് മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. SFI ജില്ലാ സെക്രട്ടറി MS ശരത്, ജോയിന്റ് സെക്രട്ടറി ജിതിൻ ബോസ്, ഭാരവാഹികളായ എബിൻ രാജേന്ദ്രൻ, ഇൻസമാം, അരവിന്ദ് ഗോപാൽ എന്നിവർ ഉൾപ്പെടെ 30 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിലാണ് കേസ്. സംഭവം നടന്ന് ദിവസങ്ങളായിട്ടും ആരെയും അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അതിനിടെ SFI പ്രവർത്തകർ കോളേജിൽ അക്രമം നടത്തുമ്പോൾ കാഴ്ചക്കാരായി നിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങി. SFIക്കാർ അതിക്രമം നടത്തിയ സംഭവം ഒതുക്കി തീർക്കാൻ SFI ജില്ലാ നേതൃത്വവും CPM-ഉം അണിയറ നീക്കം തുടങ്ങി. കോളേജിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രവർത്തകനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പലിന്റെ ഓഫീസ് ചൊവ്വാഴ്ച ഉപരോധിച്ച SFI പ്രവർത്തകർ ഓഫീസ് അടിച്ചു തകർക്കുകയായിരുന്നു. വലിയൊരു പോലീസ് സംഘം അക്രമം തടയാൻ ശ്രമിക്കാതെ മൂകസാക്ഷിയായി നിന്നത് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അക്രമികൾ പ്രിൻസിപ്പൽ ഓഫീസ് കയ്യേറി അതിക്രമം നടത്തുമ്പോൾ വൈദികരായ പ്രിൻസിപ്പലിനെയും മാനേജരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച പോലീസ് നടപടിയും വിവാദമായിട്ടുണ്ട്. അക്രമത്തിന് നേതൃത്വം നൽകിയ SFI നേതാക്കൾക്ക് വരുത്തി ചർച്ച ചെയ്തതും വൻ പ്രതിഷേധത്തിന് ഇടയാക്കി. തൊടുപുഴയിൽ അടുത്ത നാളിൽ CPM-ഉം പോഷക സംഘടനകളുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയമുണ്ടായാലും CPM ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടപടിയെന്ന ആക്ഷേപം തൊടുപുഴ ന്യൂമാൻ കോളേജ് വിഷയത്തോടെ ശക്തമായി. എല്ലാ അടിപിടിക്കും 308-ഉം പൊതുമുതൽ നശിപ്പിക്കുന്നതും വകുപ്പ് ചാർത്തുന്ന തൊടുപുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ന്യൂമാൻ കോളേജിൽ മാത്രം വകുപ്പുകൾ ദുർബലമാക്കിയതിൽ ദുരൂഹതയുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് നടത്തിയ സമരത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നും സ്വർണ്ണ വ്യാപാരികൾ പങ്കെടുത്തു. മാത്യു കണ്ടിരിക്കൽ, ജോസ് വർക്കി കാക്കനാട്, ഹെജി പറയംചാലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കും. നമ്മുടെ റാലിയിൽ അണിചേരുന്നതിന് വേണ്ടി പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 11 മണിക്ക് കേരളത്തിലെ ആദ്യ മന്ത്രിസഭ അധികാരമേറ്റതിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാർ, മേയർ, MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മുടെ യുവതലമുറയുടെ ആഗ്രഹത്തിനൊത്ത ഒരു സർക്കാരാവണമെങ്കിൽ പഴയ ട്രങ്കോൾ കാലത്തെ സർക്കാരായാൽ പോരാ, 4G വിട്ട് 5G സർക്കാരാവുന്ന നിലയിലേക്ക് സർക്കാർ മാറേണ്ടതായിട്ടുണ്ട്. സർക്കാരിന് എന്തുകൊണ്ടാണ് വേഗം വരാത്തത് എന്നത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇവിടെ പലരും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ചെറുപ്പക്കാരായ നല്ല ഉൽപ്പതിഷ്ണുക്കളായ ആളുകളുണ്ട്, ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നവർ. അതുപോലെ പൊതുപ്രവർത്തകരും ഇത്തരം ഒരു ചിന്തയിൽ തന്നെ നിൽക്കുന്നവരാണ്. എന്നാൽ ഉദ്യോഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ
വിവാദത്തിൽപ്പെടാതെ എങ്ങനെയെങ്കിലും പ്രൊമോഷൻ വാങ്ങാൻ പറ്റും. അതാണ് സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ചിന്തിക്കേണ്ടി വരുന്നത്. നമ്മുടെ കേരളത്തിലെ പദ്ധതി ചെലവുമായി ബന്ധപ്പെട്ടുള്ള രീതികളിൽ സമൂലമായൊരു മാറ്റം വരുത്തുകയാണ്. ഇപ്പോൾ 100 രൂപയാണ് നമ്മൾ ചെലവഴിക്കേണ്ടതെങ്കിൽ നമ്മൾ ചെലവഴിക്കാൻ സാധാരണഗതിയിൽ ആലോചിക്കുക ഒരു വർഷ അവസാനമായിരിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ ആകുമ്പോഴാണ്, അതാണല്ലോ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം. അപ്പോഴാണ് ഇത് ചെലവഴിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചു തുടങ്ങി. ആദ്യത്തിലൊന്നും അതിൻ്റെ മേലെ കയ്യേ വെക്കില്ല. ഇക്കാര്യത്തിലൊരു മാറ്റം വരുത്തുക. അതിൻ്റെ ഭാഗമായി ഇപ്പോഴേ തുടങ്ങുകയാണ്, ഏപ്രിൽ തൊട്ടേ തുടങ്ങുകയാണ്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് വിഷാദ രോഗത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന ആഹ്വാനമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള ബോധവൽക്കരണ പരിപാടി വെള്ളിയാഴ്ച 11-ന് തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ഡിവൈഎസ്പി NN പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യൻ സൈക്കാട്രിസ്റ്റ് സൊസൈറ്റി കൊച്ചിൻ ക്യാപ്റ്റനും ഇന്ത്യൻ മെഡിക്കൽസ് അസോസിയേഷനും തൊടുപുഴ ശാഖയും സംയുക്തമായി 1 വർഷം നീളുന്ന കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കെ സുദർശൻ, ഡോക്ടർ സാജൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഡിപ്രഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ള ഒരു കാലഘട്ടമായി വന്നിരിക്കുകയാണ്. കാരണം അതിൻ്റെ അതിപ്രസരത്തെ കൊണ്ട് 2200 ആകുമ്പോഴത്തേക്കും ഇത് എവിടെ എത്തുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ടാണ് ഈ വർഷം ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി വിളിച്ചിരിക്കുന്ന പ്രശസ്ത സിനിമാ താരമായ ദീപിക പദുക്കോണെയാണ്. ഡയബറ്റിക് എന്ന രോഗം ഇൻസുലിൻ എന്ന രസത്തിൻ്റെ ഇല്ലായ്മയെ കൊണ്ടാണ്. അതുപോലെ മാനസികമായ തലച്ചോറിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങളെ കൊണ്ട്, അതായത് സെറാറ്റോണിൻ, നോർഎപ്പിനെഫ്രിൻ മുതലായ ചില രസങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഡിപ്രഷൻ എന്ന രോഗവും തന്നെ. പക്ഷെ നമുക്ക് രോഗമാണ്, മാനസിക രോഗമാണ്, ഒരു മനോരോഗ വിദഗ്ധനെ കാണുക എന്ന സ്റ്റിഗ്മ ഇപ്പോഴും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പലരും വരികയില്ല. അവസാനം ഒരു മേജർ ഡിപ്രഷൻ, അതായത് സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് നീങ്ങുകയോ ഒന്നിനും വയ്യാത്തൊരു ജീവശവമായി മാറുന്ന ഒരു സമയത്തായിരിക്കും ഒരു മനോരോഗ വിദഗ്ധന്റെ മുമ്പിലേക്ക് എത്തുന്നത്. പക്ഷേ അങ്ങനെയുള്ളതിൽ നമ്മൾ പിന്നോക്കം, അങ്ങനെയുള്ളവരിൽ നമുക്കൊരു അവബോധം ഉണ്ടാക്കുകയും ഇതും മറ്റു ഡയബറ്റീസും ഹാർട്ട് അറ്റാക്കും മെഡിക്കൽച്ചറുമായ ഒരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ചികിത്സിക്കുകയും തുടക്കത്തിൽ തൊട്ടേ ചികിത്സിക്കുകയാണെങ്കിൽ പൂർണ്ണമായി സാധാരണ ജീവിത പന്ഥാവിലേക്ക് നീങ്ങാൻ സാധിക്കുന്ന ഒരു രോഗമാണ്. അതാണ് സ്വന്തം അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് ദീപിക പദുക്കോൺ. ഒരു കാലഘട്ടത്തിൽ ഡിപ്രഷൻ എന്ന മാരകരോഗത്തിന് വശംവദയായി അഭിനയവുമില്ല, ഡ്രസ്സ് പോലും വേഷവിധാനം പോലും ഇല്ലാതെ ഏകാന്തമായി ഒരു 4 ഭിത്തിക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന ഒരു ജീവിതമായിരുന്നു ദീപിക പദുക്കോണിൻ്റെത്. പക്ഷേ അവരുടെ മനസ്സിൽ തോന്നി എനിക്കെന്തോ പന്തികേടുണ്ട്, ഞാൻ സാധാരണമായ ഒരു രൂപാന്തരങ്ങളിൽ നിന്ന് ഒതുങ്ങി വരികയാണ് എന്നൊരു തോന്നൽ വന്നതോടുകൂടി അവർ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ നിരന്തരമായ 3 മാസം മുതൽ 7 മാസത്തെ ചികിത്സയെ കൊണ്ട് അവർ ബാക്ക് ടു നോർമൽസിയിലേക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ തന്നെ ഈ പ്രശ്ന ബ്രാൻഡ് അംബാസിഡറായിട്ട്. വീൽചെയർ ബാസ്കറ്റ്ബോൾ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച മുള്ളരിങ്ങാട് മാമ്പാറ തുരുത്തേൽ അൽഫോൻസായെ കാളിയാർ ജനമൈത്രി പോലീസ് അഭിനന്ദിച്ചു. പോലീസ് സബ് ഇൻസ്പെക്ടർ VC വിഷ്ണുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തിയാണ് അഭിനന്ദിച്ചത്. CRO KP ഇസ്മായിൽ, ബീറ്റ് ഓഫീസർ ഉബൈസ്, അസിസ്റ്റന്റ് ബീറ്റ് ഓഫീസർ അൽസാന, CPOമാരായ ഡോൺ, ജോബിൻ, ബൈജു, ശശി, ഫ്രീഡ എന്നിവരും സന്നിഹിതരായിരുന്നു. 1.5 വയസ്സുള്ളപ്പോഴാണ് അൽഫോൻസായുടെ കാലുകൾക്ക് പോളിയോ ബാധിച്ചത്. കുമാരമംഗലം വള്ളിയാനിക്കാട്ടുകാവിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന മുടിയേറ്റ് ആസ്വാദകർക്ക് നവ്യ അനുഭവം സമ്മാനിച്ചു. 2010 ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടം നേടിയ ഒരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. രാത്രി 12 മണിക്ക് ആരംഭിക്കുന്ന മുടിയേറ്റ് വെളുപ്പിന് 5 മണിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. ദാരികാവധമാണ് പ്രമേയം. ശിവൻ, നാരദൻ, കാളി, ദാരികൻ, ദാനവേന്ദ്രൻ, കൂളി, കോയിമ്പിടാർ എന്നിവരാണ് കഥാപാത്രങ്ങൾ. പിൻപാട്ടുകാരുടെ ഗാനങ്ങൾക്കനുസരിച്ച് നടന്മാർ കാളി ദാരിക യുദ്ധകഥ അഭിനയിക്കുന്നു. ദാരികനെയും ദാനവേന്ദ്രനെയും കൊണ്ട് മനുഷ്യർക്കുള്ള ബുദ്ധിമുട്ടുകൾ നാരദൻ ശിവനെ അറിയിക്കുന്നതോടെ മുടിയേറ്റ് ആരംഭിക്കുന്നു. തുടർന്ന് ദാരികൻ പ്രവേശിക്കുന്നു. അത് കഴിഞ്ഞ് കാളിയും കൂളിയും വരുന്നു. കാളിയുടെ കലിയിളകൽ, കലി ശമിപ്പിക്കൽ, കോയിമ്പിടാരും വാദ്യക്കാരും തമ്മിലുള്ള സംവാദം, കൂളിയുടെ കോമാളി പ്രകടനങ്ങൾ, കാളി ദാരിക യുദ്ധം, ദാരികന്റെ ശിരച്ഛേദം എന്നിവയാണ് ഈ നാടോടി നാടകത്തിലെ മുഖ്യ രംഗങ്ങൾ. ചെണ്ടയും ഇലത്താളവും ആണ് പ്രധാന വാദ്യങ്ങൾ. കൂടാതെ വീക്ക് ചെണ്ട, ചേങ്ങല എന്നീ വാദ്യങ്ങളും ഉപയോഗിക്കുന്നു. നിലവിളക്ക് മാത്രമാണ് ദീപ സംവിധാനമെങ്കിലും തീവട്ടിയും പന്തങ്ങളും വെളിച്ചത്തിനായി ഉപയോഗിക്കുന്നു.
ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രിയാർ ഗോപാലകൃഷ്ണൻ കുമാരമംഗലം വള്ളിയാനിക്കാവ് ഭഗവതി ക്ഷേത്രം സന്ദർശിച്ചു. ആദ്യമായാണ് ദേവസ്വം പ്രസിഡന്റ് ക്ഷേത്രത്തിലെത്തുന്നത്. ക്ഷേത്രം ഭാരവാഹികൾ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പറയാനാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ അധികം കാര്യങ്ങളൊന്നും പറയുന്നത് ഇന്ന് ഹൈന്ദവനെ ഒരു പ്രതീക്ഷ പറയുന്ന കാലഘട്ടത്തിലാണ് നാം. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നതിന് മുൻപ് തിരുവിതാംകൂർ രാജ്യഭരണം നടക്കുമ്പോൾ ഹിന്ദുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി, താല്പര്യത്തിന് വേണ്ടി ബഹുമാന്യനായ മന്ത്രപ്രജ്ഞാപൻ, ബഹുമാന്യനായ ആശ്രമവും ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടായി. ആ ഹിന്ദു മഹാമണ്ഡലത്തിന് 3 ലക്ഷ്യങ്ങളായി. ഒന്ന്, ഹൈന്ദവരുടെ സാംസ്കാരിക ഉന്നമനം. 2, ഹൈന്ദവരുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനം. 3, ഹൈന്ദവർക്കുള്ള ഭക്തിയിലുള്ള ഒരു ഉന്നമനം. ഇടവെട്ടിയിൽ പൈപ്പ് പൊട്ടി 3 മാസമായി വെള്ളം പാഴാകുന്നു. വേനൽ ചൂടിൽ നാടൊരുങ്ങുമ്പോൾ ഇടവെട്ടിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി പുഴ പോലെ റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയിട്ട് 3 മാസം. ഇടവെട്ടി തെക്കുംഭാഗം റോഡിൽ ഫാർമേഴ്സ് ക്ലബിന് മുന്നിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഒഴുകുന്നത്. പലവട്ടം അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കാത്തതിനാൽ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് നിത്യവും പാഴാകുന്നത്. പൈപ്പ് ചോർച്ച മൂലം ഇതിന് മുകളിലുള്ള പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നുമില്ല. വെള്ളം കുത്തിയൊഴുകി കഴിഞ്ഞ വർഷം നടത്തിയ ടാറിംഗ് പൊളിഞ്ഞു. വെള്ളമൊഴുക്കിന്റെ ശക്തി മൂലം വൻകൊടി രൂപപ്പെട്ടതിനാൽ റോഡിൽ അപകട സാധ്യതയേറി. നാട്ടുകാർ മരച്ചില്ല നാട്ടി അപകട മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക മിഷൻ കൊയ്ത്തുത്സവം മേലുകാവ് മറ്റത്ത് നടന്നു. ഇതോടനുബന്ധിച്ച് റാലിയും നടന്നു. സഭാപിതാക്കന്മാരും വൈദികരും വിശ്വാസികളും റാലിയിൽ പങ്കെടുത്തു. കുമാരമംഗലം വള്ളിയാനിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച കാളകളി നടന്നു. കേരളത്തിലെ വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ ആചാരം ഇപ്പോൾ നടക്കുന്നുള്ളൂ. ഭഗവാൻ ശിവന്റെ വരവറിയിച്ചുകൊണ്ടാണ് കാളകളി വീടുകൾ തോറും കയറി ഇറങ്ങുന്നത്. ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാർ തുടങ്ങി പഴയ കാലത്ത് വള്ളിയാനിക്കാട്ടമ്മയുടെ നടയിലേക്ക് കാള കൊണ്ടുവരുന്ന ചരിത്രമുണ്ടായിരുന്നു. ആ ചരിത്രത്തോടനുബന്ധിച്ച് പിന്നീട് പിൽക്കാലത്ത് അത് ഏറ്റെടുക്കാൻ മറ്റാരും ഇല്ലാണ്ട് വന്നപ്പോൾ ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ കൂടി ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുറേ ആൾക്കാർ കൂട്ടത്തോടു കൂടി വള്ളിയാനിക്കാട്ടമ്മയുടെ നടയിലേക്ക് ഉത്സവ ദിവസത്തിൻ്റെ കൊടിയേറ്റത്തിൻ്റെ അന്ന് കാളേനെ പൂജിച്ച് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരികയും ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ മകം നാളിൽ കൊണ്ടുവന്ന അമ്മയുടെ നടക്കിൽ കൊണ്ടുവന്ന് കുത്തിക്കുന്ന വഴിപാട് കാലാകാലങ്ങളായിട്ട് കൊണ്ടുനടക്കുന്ന ആചാരമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. കുറേ അധികം പരിപാടികളോട് കൂടി വള്ളിയാനിക്കാട്ടമ്മയുടെ നടയിലേക്ക് മകം നാളിൽ കൊണ്ടുവന്ന അമ്മയുടെ വാഹനമായ
ശിവൻ അമ്മയെ കാണുവാൻ കാളപ്പുറത്ത് എഴുന്നള്ളതായിട്ടാണ് നമ്മുടെ ഐതിഹ്യം. ഞാറ്റുവേല കഴിഞ്ഞുള്ള ഒരു ഉത്സവത്തോടനുബന്ധിച്ചാണ് പഴയ കാലത്ത് ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കാർമ്മവന്മാർ ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത്. നോമ്പ് കാലത്തിലൂടെ BBC-യുടെ കാൽവരിയുടെ സന്ദേശമാണിനി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കാൽവരി യാത്രയിൽ മിശിഹായുടെ തിരുമുറിവുകൾ എപ്രകാരം എനിക്ക് രക്ഷാകരമാകുന്നു. ബൈബിളിൽ നാം വായിക്കുന്നു, യേശുവിൻ്റെ ശിരസിൽ മുൾക്കിരീടം അണിയിച്ച് പരിഹാസ രാജാവായിട്ട് പീലാത്തോസിൻ്റെ മുന്നിൽ നിൽക്കുന്നു. യേശുവിനെ പോലെ അപഹാസ്യരായി നിസ്സഹായരായി നാം ജീവിതത്തിൽ നിന്ന നിമിഷങ്ങൾ. അധികാരികളാൽ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ, ഉറ്റവരുടെയും ഉടയവരുടെയും മുൻപിൽ നാം പരിഹാസപാത്രമായപ്പോൾ ഓർക്കുക, ഞാനും യേശുവിനോടുകൂടി ആയിരുന്നു. നമ്മുടെ മനോഭാവങ്ങളാണ് ഈ അവസരങ്ങളെ നമുക്ക് രക്ഷാകരമാക്കുന്നത്. ഒരു സംഭവം, ഒരു കുടുംബത്തിൽ 3 മക്കൾ. ഇളയ മകൾ 2 കൈകളും 2 കാലുകളും മടങ്ങി, നടക്കുവാൻ സാധിക്കാതെ, കാഴ്ചയില്ല, കേൾവിയില്ല, സംസാരിക്കാൻ സാധിക്കില്ല. ഈ അമ്മ വളരെ പാവപ്പെട്ട കുടുംബമായതിനാൽ രാവിലെ അടുക്കളയിലെല്ലാം റെഡിയാക്കും. തുടർന്ന് ഈ മകളെ എല്ലാം ചെയ്ത് കുളിപ്പിച്ച് ഭക്ഷണം വാരി നൽകും. തുടർന്ന് കൂലിപ്പണിക്ക് ഓടും. വയറു വലിച്ചു മുറുക്കി മക്കളെ പഠിപ്പിച്ചു. ആൺമക്കൾ പഠിച്ച് ഇപ്പോൾ നല്ല നിലയിലായി. എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ളവർ ഈ മകളെ ഹൈറേഞ്ചിലുള്ള ഒരു അനാഥാലയത്തിലാക്കുവാൻ നിർബന്ധിച്ചു. ആ അമ്മ പറഞ്ഞു, അച്ഛാ, ഇവളെ ദൈവം ഞങ്ങൾക്ക് നൽകിയ റോസപുഷ്പമാണ്. ആയതിനാൽ എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഞങ്ങൾ ഇവളെ നോക്കും. എനിക്ക് പറ്റാതെ വരുമ്പോൾ ഇവർ എന്തെങ്കിലും ചെയ്യട്ടെ. ജീവിതത്തിലെ വേദനയുടെ നിമിഷങ്ങളെ സന്തോഷകരമാക്കി മാറ്റുന്ന നല്ലൊരമ്മ. ഭാരതീയ സംസ്കാരത്തിലെ മതഗ്രന്ഥമായ ഋഗ്വേദം 10-ാം മണ്ഡലം 90-ാം സൂക്തം 7-ാം മന്ത്രത്തിൽ ദൈവമനുഷ്യൻ പ്രജാപതി മനുഷ്യവംശത്തിന്റെ പാപമോചനത്തിനായി എപ്രകാരം ബലിയായി തീരുന്നുവെന്ന് വർണ്ണിക്കുന്നു. കരചരണങ്ങൾ ഇരുമ്പാണി കൊണ്ട് ബലിത്തൂണിൽ ബന്ധിച്ച്, തലയിൽ ബാലുസിച്ചെടി, കാട്ടുപുള്ളി, കിരീടമണിഞ്ഞ്, രക്തം വാർന്ന് മരിച്ച് 3-ാം നാൾ ജീവൻ പ്രാപിച്ച് സ്വർഗം കയറുന്ന ദൈവമനുഷ്യനായ പ്രജാപതി. പ്രിയമുള്ളവരെ, തലയിൽ മുൾമുടി ധരിപ്പിച്ച പരിഹാസ രാജാവായി യേശു ഇതുപോലെ മറ്റുള്ളവരെ നാം പരിഹസിച്ച നിമിഷങ്ങൾ. ദൈവം നൽകിയ എൻ്റെ കരങ്ങൾ മറ്റുള്ളവരെ വളർത്തുവാൻ, സഹായിക്കുവാൻ സാധിക്കാതെ തളർത്തിയ നിമിഷങ്ങൾ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2745 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. റബ്ബർ വില നിലവാരം: റബ്ബർ RSS 4 കിലോഗ്രാമിന് 148 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 143 രൂപ. ഇന്നത്തെ താപനില: കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF BJP ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ തൊടുപുഴയിൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC സർവീസ് നടത്തിയില്ല. ഹർത്താൽ അനുകൂലികൾ തൊടുപുഴയിൽ പ്രകടനം നടത്തി. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ അധികാരമേറ്റതിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അതിക്രമിച്ചു കയറി ഓഫീസ് അടിച്ചു തകർക്കുകയും പ്രിൻസിപ്പലിനെ 2 മണിക്കൂർ ബന്ദിയാക്കുകയും ചെയ്ത സംഭവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി തൊടുപുഴ പോലീസ് കേസെടുത്തു. KSU പ്രവർത്തകർ DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഹർത്താൽ ദിനത്തിൽ ഓഫീസ് തുറന്നു പ്രവർത്തിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായത്.
CSI ഈസ്റ്റ് കേരള മഹാ ഇടവക മിഷൻ കൊയ്ത്തുത്സവം മേലുകാവ് മറ്റത്ത് നടന്നു. ഇതോടനുബന്ധിച്ച് റാലിയും നടന്നു. സഭാപിതാക്കന്മാരും വൈദികരും വിശ്വാസികളും റാലിയിൽ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.